പെട്ടെന്നൊരു സാൻഡ്വിച്ച് കഴിക്കാൻ മോഹം. അപ്പോൾ നോക്കിയപ്പോൾ എന്താ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് തൈര് വേണം, അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് നമുക്ക് റെഡിയാക്കി എടുത്താലോ. ഞാനിത് ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുത്തത്. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കാൻ പോവുകയാണ്. പിന്നെ ഒരു 3-3.5 ടേബിൾ സ്പൂൺ മയോണൈസോട് കൂടെ ഞാൻ ഇതിൽ ചേർക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള സോൾട്ട് ഇടാം. അത് എത്ര വേണോ അത് നമ്മുടെ താല്പര്യമാണ്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് പെപ്പറും ആഡ് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അമ്മ പണ്ട് തൊട്ടേ സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അതേ രീതി ഞാനൊന്ന് ഫോളോ ചെയ്ത് ഇപ്പോൾ നോക്കിയതാണ് കേട്ടോ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. നിങ്ങൾ ഈ സാൻഡ്വിച്ച് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ കുഞ്ഞിന് വേണ്ടി ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. ചെറിയ ഡിസൈനൊക്കെ കൊടുത്താണ് ചെയ്തത്. വെറുതെ ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.